നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിലെ മുഴുവൻ വിഷയങ്ങളെയും ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത് ജ്യോതിഷപരമായി പരമാവധി ശരിയാണെങ്കിലും യുക്തിപരമായി അത്രയ്ക്ക് ശരിയായ ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഈ മുറിയിലിരിക്കുന്ന കുറേയധികം ആൾക്കാർ, അതിൽ ഒരാൾ എന്ത് ചെയ്യും എന്ന് മുൻകൂട്ടി പ്രവചിക്കുക എന്ന് പറയുന്നത്, അയാൾ ബുദ്ധിമാനാണ് എങ്കിൽ ഒരുപക്ഷെ മുൻകൂട്ടി പ്രവചിക്കുന്നതിൽ ജ്യോതിഷിക്ക് തെറ്റ് പറ്റാം. ജ്യോതിഷത്തിൻ്റെ പാരമ്യമായ അർത്ഥത്തിൽ ചിന്തിച്ചാൽ അങ്ങനെ ചെയ്താൽ പോലും ആ ആൾ എന്ത് ചെയ്യുമെന്ന് അറിയാനുള്ള ഉപാധി ഈ വിഷയത്തിലുണ്ട്. എന്നിരുന്നാലും അത്രത്തോളം ഉയർന്നു പോകത്തക്ക രീതിയിലുള്ള സാധ്യതകൾ, പഠന നിലവാരം ഉയർത്താൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം ബുദ്ധിമാനായ ഒരാൾ അടുത്ത നിമിഷം എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അത്ര പെട്ടെന്ന് ഉത്തരം പറയാൻ ഒരു ജ്യോതിഷിക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളെയും ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നതിൽ നിന്ന് ഒന്നൊഴിഞ്ഞു മാറിയാൽ വളരെ തുച്ഛമായ ചില കാര്യങ്ങൾ വളരെ മുൻകൂർ നിശ്ചയിച്ചതാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൽ പറയുന്ന അല്ലെങ്കിൽ ജ്യോതിഷ വഴിയിലൂടെ നമ്മൾ കണ്ടെത്തുന്ന ഉപാധികളിൽ നമുക്ക് ശരിയെന്ന് തോന്നി നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാവുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നതുമായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. മറിച്ച് എല്ലാം ജ്യോതിഷത്തിൽ, അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സുഗമമായ യാത്രയ്ക്ക് അത്ര നന്നായിരിക്കണമെന്നില്ല. വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെയൊക്കെ വീട്ടിൽ മിനിമം 1 ഡസനോളം ദൈവങ്ങളുണ്ട്. ഒരു ദൈവമല്ല, 1 ഡസനോളം ദൈവങ്ങളാണ് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ വെച്ച് ആരാധിക്കുന്നത്. എങ്കിലും ഉള്ളിൽ ഭയമാണ് മനുഷ്യന്. 1 ഡസൻ ദൈവങ്ങൾ വീട്ടിനകത്തിരിക്കുമ്പോൾ പിന്നെയും ഭയം മനുഷ്യനുണ്ടാകേണ്ടതിൻ്റെ കാര്യം എന്താണ്? അപ്പൊ ദൈവം 1 ഡസനോ 2 ഡസനോ വീട്ടിലുണ്ട് എങ്കിലും മനുഷ്യന്റെ ഉള്ളിൽ ഭയം തന്നെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലുള്ള വിശ്വാസം മനുഷ്യന് പൂർണ്ണമായിട്ട് ഇല്ല എന്ന് തന്നെയാണ്. അങ്ങനെ പൂർണ്ണമായും മനസ്സിലില്ല എങ്കിൽ സത്യം അതാണെന്നുള്ളതാണ് ശരി. അതുകൊണ്ട് തന്നെ ജ്യോതിഷ വിഷയങ്ങളിലെ നമ്മുടെ യുക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചിന്താപദ്ധതിയായിരിക്കും നിലവിൽ കലികാലത്തിൽ ജ്യോതിഷത്തിനും അത് കൈകാര്യം ചെയ്യുന്നവർക്കും നല്ലത് എന്നുള്ള അഭിപ്രായമാണുള്ളത്. എല്ലാവരും അത്തരത്തിലൊന്ന് ചിന്തിക്കുന്നതും നന്നായിരിക്കുമെന്നാണ് അഭിപ്രായം.